ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓഫീസിൽ നിന്ന് വന്ന പറഞ്ഞ ടൈ പോലും അയച്ചേക്കാൻ നേരമില്ലാതെ എന്താ വീഡിയോ ചെയ്യുന്ന തോന്നണ്ട. നേരലായിട്ടൊന്നല്ല, ചുമ്മാ ഒരു രസത്തിന് അങ്ങനെ കിടന്നോട്ടെ വെച്ചിട്ടാണ്. വേറെ ഒന്നല്ല, പക്ഷെ ഈ അപ്ഡേറ്റിന് ഒരു ചെറിയൊരു എന്താ പറയാ, പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 3 കൊല്ലം മുമ്പ് ചെയ്ത വീഡിയോയ്ക്ക് പോലും ഈ ലാസ്റ്റ് വീക്കും അതിന്റെ താഴെ ഒരു അപ്ഡേറ്റ് ചോദിച്ചിട്ട് ഓരോരുത്തർ കമന്റ് അടിക്കുന്നത് കണ്ടിരുന്നത്. വേറെ ഒന്നല്ല, നമ്മൾ ഋഷഭ സിനിമയെ കുറിച്ചാണ്. ഋഷഭ ലാലേട്ടൻ്റെ ഒരുപാട് നാളായിട്ട്, എത്രയോ കാലമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന മൂവിയാണ്. തെലുങ്കിൽ റിലീസ് ചെയ്യാൻ പോകുന്ന മൂവിയാണ്. എന്നാൽ അത് നമ്മൾ എന്താ പറയുക, നമ്മളെപ്പോഴും ലാലേട്ടൻ വേറെ ലാംഗ്വേജ് പോയി ചെയ്യുമ്പോൾ ജയിലർ ഒഴികെ നമുക്ക് അധികം നമ്മളങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്യിക്കാറില്ല സിനിമകളൊന്നും. എന്നാൽ ഈ സിനിമയ്ക്ക് എന്തൊക്കെയാ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പം അതിനു മുമ്പേ ആദ്യം ഈ കാര്യങ്ങൾ പറയാം. എന്താ വെച്ചാൽ ഋഷഭ എന്ന് പറഞ്ഞ സിനിമ ഇതിനിടയ്ക്ക് അത് എന്താ പറയുക, അങ്ങനെ ഒരു സിനിമയെ നമ്മൾ ഇറങ്ങാൻ റിലീസ് ചെയ്യാൻ ചാൻസ് ഇല്ല, അത് ഒഴിവാക്കി, അതിന് ഈ ഷൂട്ടിംഗ് ഒക്കെ നിർത്തിവെച്ചു, അങ്ങനെ സംഭവം നടക്കുന്നില്ല എന്നൊക്കെയുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വിവരമില്ല കുറെ കാലമായിട്ട്. എന്നാൽ ആ സിനിമ എനിക്ക് എന്താ ആ സിനിമയുടെ പ്രതീക്ഷ വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ചില സിനിമകൾ ഒട്ടുമിക്കതും ലാലേട്ടൻ വേറെ ലാംഗ്വേജ് പോയി ചെയ്യുമ്പോൾ നമ്മൾ റീസെന്റ് വന്നത് പോലും കണ്ടതാണ്, നമുക്കധികം ഇഷ്ടപ്പെടാറില്ല മലയാളി ഓഡിയൻസിന്. എന്നാൽ ഈ ഋഷഭയ്ക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ആ ഋഷഭ എന്ന സിനിമ ലാലേട്ടൻ മെയിൻ ലീഡായിട്ടാണ് അതിൽ ഒന്നാമത്. ലാലേട്ടൻ മെയിൻ ലീഡായിട്ടാണ് അതിൽ വരുന്നത്. മാത്രമല്ല ചെറിയ വന്നു പോകുന്ന ഒരു ക്യാമിയോറോളം നല്ല ചെയ്യുന്നത്. മാത്രമല്ല അതിന്റെ സ്റ്റോറി എന്താന്ന് വെച്ചാല്, അതിനൊരു ത്രെഡ് ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളെ പ്രീവിയസ് ബർത്തിൽ, ഒരു മുൻജന്മത്തില് വളരെ ഭയങ്കര എനിമീസ് ആയിട്ടുള്ള 2 ആൾക്കാര് ഇപ്പത്തെ ജന്മത്തില് അവര് അച്ഛനും മോനായിട്ട് ജനിച്ചാല് എന്തായിരിക്കും, അതാണ് സംഭവം. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ആകുമ്പം ആ ഇപ്പോഴുള്ള ലൈഫും പാസ്റ്റ് ലൈഫും കാണിക്കുന്ന രീതിയിലായിരിക്കും സിനിമ കൊണ്ടുപോകുന്നതാണ് എന്റെ വിശ്വാസം. അപ്പോൾ അപ്ഡേറ്റ് എന്താണ്, അപ്ഡേറ്റിലേക്ക് എത്തിയില്ല. അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, സെപ്റ്റംബർ 18, അതായത് നാളെ ഋഷഭന്റെ ടീസർ വരുന്നുണ്ട്. സോ ഋഷഭയുടെ ടീസർ ഓൺ സെപ്റ്റംബർ 18 ലാലേട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അറിയിച്ചിട്ടുണ്ട്. അത് വലിയൊരു ന്യൂസ് തന്നെയാണ് ഋഷഭ ഫാൻസിന്, അത് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോയ്ക്കും കമന്റ് ഇടയ്ക്ക് കാണാൻ എന്താ ഈ അപ്ഡേറ്റ് എന്തെയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ അങ്ങനെയാണ് ഈ അപ്ഡേറ്റ് വന്നത്. നല്ലൊരു പോസ്റ്ററും അടിപൊളി ഒരു പോസ്റ്ററും ഉണ്ട് ലാലേട്ടന്റെ, രക്ഷയില്ല. കാരണം നമ്മൾ ഇതിന് മുമ്പും പല എന്താ പറയുക, ലാലേട്ടൻ ചില കോസ്റ്റ്യൂമൊക്കെ കണ്ടിട്ട് പലരും എന്താ പറയുക മോശം നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ ഋഷഭയിൽ ഒരു പ്രതീക്ഷ ഉണ്ട് നല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒന്ന് ഇതൊരു ക്യാമിയോ അപ്പിയറൻസ് അല്ല, കാര്യമായിട്ട് ലാലേട്ടന്റെ മകനായിട്ട് അഭിനയിക്കുന്ന ആളും കഥ തന്നെയാണിത്. ഞാൻ ത്രെഡ് എന്താന്ന് ഞാൻ പറയുകയും ചെയ്തു. സോ ഇത് മാത്രമല്ല, ഇതൊരു ചുമ്മാ ഒരു ഫൈറ്റ് വാറ് ആ ഒരു ലെവൽ മൂവിയല്ല. ഇമോഷൻസ് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു സിനിമയാണെന്ന് ഇതിന് മാത്രമല്ല, ഇതിന്റെ അണിയറയിൽ ഒരു ഹോളിവുഡിൽ നിന്നുള്ള ഒരു ആളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം ഋഷഭ എന്ന് പറഞ്ഞ മൂവി എവിടെയും മുങ്ങിപ്പോയിട്ടോ ഒന്നുമില്ല. ആ സിനിമന്റെ ടീസർ ഇറങ്ങണം. ഇപ്പോഴും റിലീസ് ഡേറ്റ് നമുക്കൊരു ഐഡിയ ഇല്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ആശീർവാദിന്റെ ബർത്ത്ഡേ ടൈമിൽ ആശീർവാദ് ഓഗസ്റ്റിൽ എന്ന് പറഞ്ഞിരുന്നു തോന്നുന്നു ഋഷഭ റിലീസ്. എന്തായാലും ഓഗസ്റ്റ് കഴിഞ്ഞു പോയി, സെപ്റ്റംബർ ആയി. അറ്റ്ലീസ്റ്റ് നമുക്കൊരു ടീസർ വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ടീസറെങ്കിൽ നാളെ റിലീസാണ്. സോ അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. വേറെ പോസ്റ്റേഴ്സോ കാര്യങ്ങളോ ഒക്കെ പോട്ടെ, നമുക്കൊരു ടീസർ ഒരു സിനിമേനെ കണ്ടാൽ മനസ്സിലാവും എന്താണ് സംഭവം എന്ന്. ഒരു ഐഡിയ ഏകദേശം കിട്ടുമല്ലോ, ഉറപ്പായിട്ടും കിട്ടും. അപ്പം ഈ സിനിമ ഒരു ചെറിയ സിനിമയല്ല, വലിയ ബജറ്റിൽ ഒരു ഗ്രാൻഡിയർ ആയിട്ട് ചെയ്യുന്നൊരു മൂവിയാണ്. ലാലേട്ടന്റെ മകനായിട്ട് അഭിനയിക്കുന്ന ആളും തന്നെയാണ് പ്രധാന വേഷത്തിൽ വരുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആ സിനിമയുടെ ത്രെഡും അതുപോലെ വെറും ഒരു അടി നമ്മളെ വാറ് ആ ഒരു കാര്യങ്ങളല്ലാതെ ഇമോഷൻസ് കുറെ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ലാലേട്ടൻ ഇതിൽ കാസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യങ്ങളും ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. സോ അത് കുറച്ച് പ്രതീക്ഷ വരുന്ന കാര്യമാണ്. അഭിനയിക്കാൻ അച്ഛൻ റോളിൽ ലാലേട്ടന് ഒരു രാജാവിന്റെ വേഷത്തിലൊക്കെ ലാലേട്ടനെ കണ്ട് അതിൽ നിന്നുള്ള അഭിനയമൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ആ സിനിമയിൽ ഉണ്ടാവും. നമുക്ക് എന്താ പറയാ, എക്സ്പെക്ട് ചെയ്ത അതിൽ ഉണ്ടാവും വിചാരിക്കുക. ഹോപ്പ് അത് ആ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സിനിമയായിരിക്കും. സാധാരണ കണ്ടുവരുന്ന ലാലേട്ടൻ അന്യഭാഷയിൽ പോയി അഭിനയിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മൾക്ക് ഏകദേശം ഒരു തീരുമാനമാക്കാം. നാളെ എത്ര മണിക്കാന്ന് സമയം കൊടുത്തിട്ടില്ല. എന്നാലും നല്ലൊരു പോസ്റ്റർ, അടിപൊളി പോസ്റ്റർ, ഷൂലൊക്കെ കയ്യിൽ വെച്ചിട്ട് ആ നമ്മളൊരു യോദ്ധാവിന്റെ അല്ലെങ്കിൽ ഒരു രാജാവിന്റെ ഒരു കോസ്റ്റ്യൂമിലാണ് ലാലേട്ടനെ കാണിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ ടീസർ കാണുമ്പോൾ നമുക്ക് ഞെട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മേ ബി നമ്മൾ ഒന്ന് പറയും ആ ടീച്ചറെ കണ്ടാന്നുള്ള ഒരു പ്രതീക്ഷ. എന്തായാലും നമുക്ക് നാളെ 18-ാം തീയതി അതിനൊരു നമുക്ക് മനസ്സിലാവും, ഉറപ്പായിട്ടും മനസ്സിലാവും ആ സിനിമ എങ്ങനെയായിരിക്കുന്നത്. ടീച്ചർ കാണുമ്പോൾ ഏകദേശം കുറെ ഐഡിയ ഉണ്ട് എന്തായാലും. അപ്പം ഇതാണ് ഈ ഋഷഭനെ കുറിച്ചുള്ള അപ്ഡേറ്റ്. ചോദിക്കുന്ന കമന്റ് അയക്കുന്ന എല്ലാവർക്കും ഇതാണ് അപ്ഡേറ്റ്. നാളെ ടീച്ചർ ഇറങ്ങും. അതിനുശേഷം മേ ബി ഈ വർഷം തന്നെ റിലീസ് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം.
കൺഫേംഡ് ആയിട്ടുള്ള ഒരു ഡേറ്റും ഇല്ല. എന്നാൽ പോലും ടീസർ അറ്റ്ലീസ്റ്റ് ഇറങ്ങിയാൽ ഒരു എന്താ പറയാ ഒരു അപ്ഡേറ്റ് ആയി എന്തായാലും. ഓക്കെ, സോ നാളെ ടീസർ കണ്ടിട്ട് ബാക്കി നമുക്ക് വേണമെങ്കിൽ ടീസറിന് റിയാക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.